السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥാവിധി ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയോടുകൂടി മുന്നോട്ടു പോകണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ തികച്ചും നന്മയായി രേഖപ്പെടുത്തും എന്നുറപ്പുള്ള, ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞും സംഭവിച്ചിട്ടുള്ള പാപപ്പിഴവുകൾക്ക് പരിഹാരമായി തീരുന്ന ഒരു സദസ്സിലും സന്ദർഭത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും ഒത്തുചേർന്നിട്ടുള്ളത്. ഇതൊരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾക്ക് ഇത്തരം സൽക്കർമ്മങ്ങളിലൂടെ അല്ലാഹു മോചനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംസ്കരണ ചിന്തകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. സമകാലിക സാഹചര്യത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടുന്ന, വിശ്വാസികൾ എന്ന നിലക്ക് ഇത്തരം ഒരു വിഷയത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി ഏറെ സമയം കണ്ടെത്തേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയത്തിന്റെ കാതലായ ചില വശങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മാന്യതയും മനുഷ്യത്വവും നഷ്ടപ്പെട്ട മനുഷ്യർ വളർന്നുവരുന്ന സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയുന്നിടത്ത്, ന്യായവും അന്യായവും വേർതിരിക്കുന്നിടത്ത്, നീതിയും അനീതിയും വ്യവച്ഛേദിക്കുന്നിടത്ത് പലർക്കും അബദ്ധങ്ങൾ സംഭവിച്ചുപോയ ഒരു കാലഘട്ടം. നേരും നെറികേടും തിരിച്ചറിയാത്ത, അതിരും എതിരും തിരിയാത്ത താന്തോന്നികൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. ഏതൊരു മാതാവിന്റെ മാറിടത്തിൽ നിന്ന് സ്തന്യം നുകർന്നുവോ ആ മാതാവിനെ മലർത്തിക്കിടത്തി മാതാവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് മാതാവിന്റെ കഴുത്ത് ഞെരുക്കിക്കൊല്ലുന്ന മക്കൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്.
തനിക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിനെ അടിച്ചു പരിക്കേൽപ്പിക്കാൻ വാടക ഗുണ്ടകളെ പണം കൊടുത്തേൽപ്പിക്കുന്ന മക്കൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം. തന്റെ മാതാവ് വസ്ത്രം മാറുന്നത് അലമാരയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് മൊബൈലിൽ പകർത്താൻ മാത്രം മനസ്സ് മരവിച്ച ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം. സ്വന്തം സഹോദരന്റെ എട്ടും പൊട്ടും തിരിയാത്ത 3 വയസ്സുകാരി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി കുളത്തിൽ മുക്കിക്കൊന്ന് അവളുടെ കഴുത്തിലും കാതിലും കാലിലുമുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് കാശാക്കി അതുകൊണ്ട് മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് ഉടുതുണിയിരിഞ്ഞ് പലതും പിച്ചും പിഴയും വിളിച്ചു പറയുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ല് എന്ന് പറയുന്ന പ്രദേശത്ത് സഹോദരങ്ങളെ, നാം സൂചിപ്പിച്ചു വന്നത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം അക്രമങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവയിൽ നാം അറിഞ്ഞവ മാത്രം സൂചിപ്പിച്ചാൽ തന്നെ എണ്ണിയാൽ തീരാത്തത്ര അധാർമിക അരാജക പ്രവർത്തനങ്ങൾ ചെറിയ പ്രായമുള്ളവരിൽ പോലും സംഭവിക്കുന്നു എന്നത് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അവസാനം ഞാൻ സൂചിപ്പിച്ച കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ല് എന്ന് പറയുന്ന പ്രദേശത്ത് എംടെക്കിന് പഠിക്കുന്ന വിദ്യാർത്ഥി താൻ ചോദിച്ച പണം മാതാവ് കൊടുക്കാത്തതിന്റെ പേരിൽ മാതാവിന്റെ കഴുത്തിൽ കത്തിവെച്ച് ചുറ്റിക കൊണ്ട് അടിച്ചടിച്ചടിച്ച് മാതാവിനെ കൊല്ലാൻ മാത്രം വളർന്നുപോയ ഒരു സാഹചര്യമാണ് സമൂഹത്തിൽ നിലവിലുള്ളത്. ഉദാഹരണങ്ങൾ നിരത്താതെ തന്നെ കാര്യം ബോധ്യപ്പെടാൻ തന്റെ പ്രസവരംഗം വീഡിയോയിൽ പകർത്തി അത് മാലോകർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് സമൂഹത്തോട് ആവശ്യപ്പെട്ട സിനിമാ നടിമാർ ജീവിക്കുന്ന ഒരു കേരളത്തിലും സമൂഹത്തിലുമാണ് നമ്മളുള്ളത് എന്ന് പറയുമ്പോൾ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. ഞാനിത് വിശദീകരിച്ചത് സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ സർവ്വവ്യാപകമായതുകൊണ്ട് ഇതൊക്കെ ആകാം എന്ന് ചിന്തിക്കാൻ വേണ്ടിയല്ല. മറിച്ച് എന്താണ് ഇതിന് കാരണം, എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, എന്താണ് ഇതിനുള്ള പരിഹാരം, വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഏൽപ്പിച്ച പ്രബോധനമെന്ന ദൗത്യം നിർവഹിക്കുന്ന ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന സമൂഹത്തെ എടുത്തു പരിശോധിച്ചാൽ എല്ലാവിധ വൃത്തികേടുകളിലും തിന്മകളിലും മാലിന്യങ്ങളിലും മുങ്ങിമുഴുകി ജീവിച്ച സമൂഹമായിരുന്നു അവരെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വിഗ്രഹാരാധനയിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാത്ത സമൂഹമായിരുന്നു അവർ. മദ്യപാനം എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. യുദ്ധവും പെണ്ണും ഒരു ഹരമായി കണ്ടവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു പെണ്ണിനെ തന്നെ 10 പേര് മാറി മാറി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് അതിൽ പിറക്കുന്ന കുഞ്ഞിന്റെ പിതാവിനെ നിശ്ചയിക്കാൻ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട മുഴുവൻ ആളുകളെയും നിരത്തി നിർത്തി കുഞ്ഞിന്റെ മുഖവും അവരുടെ മുഖവും മാറി മാറി നോക്കി പിതാവിനെ നിശ്ചയിച്ച കാട്ടാളന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. തന്റെ അന്യന്റെ ഒട്ടകം തന്റെ മേച്ചിൽപ്പുറത്ത് നിന്ന് അല്പം പുല്ല് തിന്നതിന്റെ പേരിൽ ദിവസങ്ങളോളമല്ല ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ട യുദ്ധം ചെയ്ത യുദ്ധക്കൊതിയന്മാരാണ് അറബ് ലോകത്തുണ്ടായിരുന്നത്. എന്തിനധികം ഒട്ടകത്തിന്റെ സഞ്ചാരഗതിക്കനുസരിച്ച് ടെന്റ് കെട്ടിപ്പാർത്ത് ജീവിതത്തിന്റെ ലക്ഷ്യമെന്തെന്നറിയാത്ത, മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത, മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു വിഭാഗം ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചപ്പോൾ അള്ളാഹുവിന്റെ വചനങ്ങളടങ്ങുന്ന വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയടങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതക്രമവും അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ
എന്തെന്നില്ലാത്ത മാറ്റം അവരിൽ സംഭവിച്ചതാണ് സഹോദരങ്ങളെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച വചനം ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിലെ 2-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. അവനാകുന്നു നിരക്ഷരരായ ഒരു സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചയച്ചവനാകുന്നു അല്ലാഹു. എന്താണ് ആ പ്രവാചകൻ ചെയ്തത്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ വചനങ്ങൾ അവർ കോതി കേൾപ്പിച്ചു. വയുസക്കീഹിം, അങ്ങനെ അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വിശുദ്ധ ഖുർആനും പ്രായോഗിക വിശദീകരണം അടങ്ങുന്ന സുന്നത്തും അവരെ പഠിപ്പിച്ചു കൊടുത്തു. അതെ, മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്ന ആ സമൂഹം മാറുകയാണ്, മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയപ്പോൾ, മരണമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ, മരണാനന്തരമുള്ള ജീവിതത്തിന്റെ ഭീകര രംഗങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടപ്പോൾ സമൂഹം മാറാൻ സന്നദ്ധരായി. ജീവിതത്തിന്റെ ക്രമം മാറി, വിശ്വാസം മാറ്റാൻ അവർ സന്നദ്ധരായി. ശൈലിയും സ്വഭാവവും സമീപനങ്ങളും വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമ്പത്തിക രംഗവും ദാമ്പത്യരംഗവും ജീവിതത്തിന്റെ മുച്ചൂടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കാൻ ആ സമൂഹത്തിന് സാധിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വ്യക്തമായ വഴികേടിൽ എന്ന് അവരെക്കുറിച്ച് അള്ളാഹു ഒരു ഭാഗത്ത് ഖുർആനിലൂടെ പഠിപ്പിച്ചുവെങ്കിൽ, അതേ വ്യക്തികളെ കുറിച്ച് അതേ ഖുർആനിൽ സർവാധിനാഥൻ മറ്റൊരിടത്ത് പഠിപ്പിച്ചത് കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമൂഹം എന്നാണ്. നിങ്ങളാണ് ഏറ്റവും നല്ലവരെന്ന് അതേ വിഭാഗത്തെക്കുറിച്ച് പറയാൻ മാത്രം എന്താണ് ആ സമൂഹത്തിലുണ്ടായ മാറ്റം നാം ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും വ്യക്തമായ വഴികേടിൽ എന്ന് പറഞ്ഞവരെ കുൻതും ഖൈറ ഉമ്മ എന്ന് പറയുന്നതിന്റെ രണ്ടിനുമിടയിൽ കാലഘട്ടങ്ങളിൽ വല്ലാത്തൊരു മാറ്റം സംസ്കരണ ചിന്തകളിലൂടെ കടന്നുപോയപ്പോൾ അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തുക എന്നത് ജീവിതത്തിലെ മുഖ്യ അജണ്ടയായി കൊണ്ടു നടന്നൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ, പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ മുഹമ്മദ് മരിച്ചു എന്ന് പറയുന്നവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് ഉറയിൽ നിന്ന് വാളൂരി പിടിക്കാൻ മാത്രം ഉമറിനെ മാറ്റിയ ഘടകമെന്തായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴികളിൽ കുപ്പിച്ചില്ലുകളും മാലിന്യങ്ങളും കൊണ്ടുപോയിട്ടവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ പ്രവാചകന്റെ കഴുത്തിലിട്ടവർ, പ്രവാചകൻ നടന്നു പോകുന്ന വഴികളിൽ ചതിക്കുഴികൾ ഉണ്ടാക്കി പ്രവാചകൻ ചതിക്കുഴികളിൽ വീണ് ചോര പൊടിഞ്ഞ് പ്രയാസപ്പെടുമ്പോൾ അതിൽ ആവേശം കണ്ടെത്തിയവർ, അങ്ങ് ത്വായിഫിലേക്ക് പ്രബോധനാവശ്യാർത്ഥം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നപ്പോ കല്ലെറിഞ്ഞാട്ടിയോടിച്ചവർ, ബഹിഷ്കരിച്ചവർ, കൂക്കി വിളിച്ചവർ, വെറുത്തവർ, ചെറുത്തവർ, പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടത് കൈകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് പ്രവാചകന് നേരെ യുദ്ധം ചെയ്യുന്നവർക്കെതിരെ പോരാടുകയും പ്രവാചകന്റെ നേരെ വരുന്ന കുന്തത്തിന്റെ കുത്തും വാളിന്റെ വെട്ടും സ്വശരീരങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങുകയും ചെയ്യാൻ മാത്രം അവരെ സംസ്കരിച്ച ഘടകമെന്തായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്കേറ്റവും വെറുപ്പ് ഇസ്ലാമും എനിക്കേറ്റവും വെറുപ്പുള്ള വ്യക്തി പ്രവാചകനുമാണ് എന്ന് ഒരു കാലത്ത് പറഞ്ഞവർ, ഇന്ന് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇസ്ലാമിനെയും എനിക്കേറ്റവും ഇഷ്ടമുള്ള വ്യക്തി പ്രവാചകനുമാണ് എന്ന് പറയാൻ മാത്രം സംസ്കരിക്കപ്പെട്ട ഘടകമെന്തായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മദ്യപിക്കരുത് എന്ന് ഖുർആനിക വചനങ്ങളോതി പഠിപ്പിച്ചപ്പോൾ ദിവസങ്ങളോളം മദ്യപിക്കാതിരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ, മദ്യവുമായി ഒരു നിലക്കുമായുള്ള ബന്ധം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ലെന്നും അത് പൈശാചികമാണെന്നും അവരെ പഠിപ്പിച്ചപ്പോൾ അവർ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന്റെ കൂജകളും കോപ്പുകളും തച്ചുടക്കാൻ മാത്രം ഈമാൻ നൽകിയ ഘടകമെന്തായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾ അവർ ഉൾക്കൊണ്ടപ്പോ പ്രവാചകന്റെ ജീവിതം കണ്ടറിയാനും കേട്ടുപഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അവർ സന്നദ്ധരായപ്പോൾ, മരണമുണ്ട് എന്ന ചിന്ത അവരുടെ മനസ്സിന്റെ അഗാധ തലങ്ങളിൽ കൊളുത്തിയിടാൻ അവർക്ക് സാധിച്ചപ്പോൾ
മരണാനന്തരം ഖബർ ജീവിതത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ മഹിഷറിൽ ചെന്നു നിൽക്കുന്ന ഭയാനകമായ രംഗത്തെക്കുറിച്ചും അതും കഴിഞ്ഞ് വിചാരണ നാളിനെ സംബന്ധിച്ചും അവിടുന്ന് അങ്ങോട്ട് സിറാത്തും കടന്ന് സ്വർഗമോ നരകമോ തീരുമാനിക്കപ്പെടുന്ന സാഹചര്യത്തെ സംബന്ധിച്ചും പഠിക്കാനും ഉൾക്കൊള്ളാനും അവർക്ക് സാധിച്ചപ്പോ ജീവിതമാകെ മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുക, നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുന്ന, നമ്മളെ മാന്യനാക്കി തീർക്കുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ എണ്ണി എണ്ണി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സഹോദരങ്ങളെ. അതിലെ ഒന്നാമത്തേത് ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ചിന്ത എന്നതൊന്ന് തന്നെ. അതിനെക്കുറിച്ചുള്ള ആ ഒരു ബോധം മനുഷ്യനെ നന്നാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടല്ലോ പഠിപ്പിച്ചത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ആസ്വാദനങ്ങളെ, ആഡംബരങ്ങളെ, സർവ്വസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി നിങ്ങൾ ഓർക്കണം. മരിക്കണമെന്ന ബോധം, ഏതെങ്കിലും ഒരു ദിവസത്തിൽ എനിക്കും മരിക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നാം രക്ഷപ്പെടുക തന്നെ ചെയ്യും. എന്നതൊരു സത്യമാണെങ്കിൽ, എപ്പോഴാണ് മരണമെന്നത് നമുക്കറിയില്ലെങ്കിൽ ആ മരണം അള്ളാഹു നിശ്ചയിച്ച സമയം അല്പം പോലും പിന്തിക്കാതെ മുന്തിക്കാതെ നടക്കുമെന്ന ബോധം നമ്മുടെ മനസ്സിൽ കെടാതെ സൂക്ഷിക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താ? വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ എന്ത് സമ്പാദിക്കുമെന്നോ നാളെ എവിടെ വെച്ച് മരിക്കുമെന്നോ ഒരാൾക്കും പറയാൻ സാധ്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പഠിപ്പിച്ചുവെങ്കിൽ അള്ളാഹുവിന്റെ വിധി അലംഘനീയമാണെന്നും അള്ളാഹു നിശ്ചയിച്ച ഖലാ-ഖദറിന്റെ സമയം വന്നു കഴിഞ്ഞാൽ അല്പം പോലും നീട്ടിത്തരികയില്ല എന്നും വിശുദ്ധ ഖുർആൻ 3-ലധികം സ്ഥലത്ത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. സഹോദരങ്ങളെ, എന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസപ്രായത്തിൽ ഞാൻ വളരുന്ന സന്ദർഭത്തിൽ ആണോ പെണ്ണോ എന്ന് തീരുമാനിച്ചപ്പോൾ, എന്റെ ഉപജീവനം എന്താകുമെന്ന് അള്ളാഹു കണക്കാക്കിയപ്പോൾ, എന്റെ കർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന അള്ളാഹു ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് രേഖപ്പെടുത്തിയപ്പോൾ, ഏതു വർഷത്തിലെ, ഏതു മാസത്തിലെ, ഏതു ദിവസത്തിലെ, ഏതു മണിക്കൂറിന്റെ, മിനിറ്റിന്റെ, സെക്കൻഡിൽ ഞാൻ മരിക്കണമെന്നത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് 2013 എന്ന വർഷമാണെങ്കിൽ, മെയ് എന്ന മാസമാണെങ്കിൽ, 4 എന്ന ദിവസമാണെങ്കിൽ, ഇന്ന് രാത്രി 11 മണിക്ക് മുമ്പ് മരിക്കാൻ തീരുമാനിക്കപ്പെട്ട വ്യക്തിയാണ് ഞാനെങ്കിൽ, എന്റെ മാതാപിതാക്കൾക്ക് താങ്ങാനാവില്ല എന്നതോ, എന്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയില്ല എന്നതോ, എന്റെ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് അനാഥയാകുമെന്നതോ മരണത്തിന് മുന്നിൽ ഒരു തടസ്സമല്ല. പ്രായവ്യത്യാസമില്ലാതെ, ഭാഷദേശ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ആരെയും എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും പിടികൂടാൻ സാധ്യതയുള്ള മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഇന്ന് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് ഒരുപക്ഷെ എന്റെ മരണമാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ, വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതുപോലെ, അള്ളാഹു ഓരോരുത്തരുടെയും മരണസമയത്ത് അവരുടെ ആത്മാവുകളെ പിടിച്ചെടുക്കുന്നു. മരിക്കാത്തവരുടെ ആത്മാവുകളെ അവർ ഉറങ്ങുമ്പോഴും അള്ളാഹു ഏറ്റെടുക്കുന്നു. എന്നിട്ട് അള്ളാഹു മരണം വിധിച്ചവരുടെ ആത്മാവുകളെ അവിടെ തന്നെ പിടിച്ചു വെക്കുന്നു. അള്ളാഹു മരണം വിധിക്കാത്തവർക്ക് വിധിക്കുന്ന നാളുവരെ വീണ്ടും ആത്മാവുകളെ വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് എന്റെ ഉറക്കം ഒരു ചെറിയ മരണമാണ്. ഒരുപക്ഷെ എനിക്കിനി ഉറക്കിൽ നിന്ന് ഉണർന്നു വരാൻ സാധിച്ചിട്ടില്ലെന്ന് വരാം എന്ന് ചിന്തിക്കാൻ ഓരോ ഉറക്ക സമയത്തും അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയെത്ര മരണങ്ങൾ ദിനേന വാർത്തകൾ വായിക്കുന്നവരാണ് നമ്മൾ. ഏതെങ്കിലും ഒരു ദിവസം പത്രമില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമുള്ള പത്രത്തിൽ നിര്യാതരായി എന്ന പേജ് 2 എണ്ണമാണ്. അവർക്ക് കിട്ടിയ വാർത്തകളിൽ 3-1 മാത്രം കൊടുക്കാൻ തന്നെ 2 പേജുകൾ ആവശ്യമായി വരും വിധം എത്രയോ ആളുകൾ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, ഇങ്ങനെ നമുക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായ ദിനേന എത്രയോ ആളുകൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ, അങ്ങനത്തെ ഒരു ദിവസം എനിക്കും ഈ ലോകത്തോട് തിരിച്ചു പോകണം എന്ന ചിന്ത നിലനിർത്താൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ നാടിനടുത്ത്, എന്റെ മഹല്ലിൽ ഒരേ ദിവസം നടന്ന 2 മരണങ്ങൾ പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ചില രംഗങ്ങളായിരുന്നു. എന്തായിരുന്നു സംഭവം? അല്പം ചെറുപ്പക്കാരനായ ഒരാൾ തന്റെ വീടിന് മുറ്റത്തുള്ള കിണറിൽ എത്ര വെള്ളമുണ്ടെന്നറിയാൻ അന്ന് അയാൾ ചെന്നു നോക്കുകയും കാല് വഴുതി വീഴുകയും
തല റിങ്ങിലിടിക്കുകയും മാരകമായി പരിക്കേൽക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ മരിക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്ത് 4-5 വീടുകൾക്കപ്പുറത്ത് വർഷങ്ങളായി ശ്വാസതടസ്സം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമേറെ ചെന്നെത്തി നിൽക്കുന്ന ഒരാൾ മരിക്കുന്നു. ആളുകൾ തടിച്ചുകൂടുന്നു, എന്തോ അനക്കം പ്രകടിപ്പിക്കുന്നു, മരിച്ചിട്ടില്ലെന്ന് തിരിച്ചറിയുന്നു. ഡോക്ടറെ വിളിച്ചു വരുത്തുന്നു, മരിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിക്കുന്നു. ആളുകൾ പിരിഞ്ഞു പോകുന്നു. 2 മണിക്കൂറുകൾക്ക് ശേഷം അയാൾ ശരിക്കും മരിച്ചിട്ടുണ്ട് എന്നവർ തിരിച്ചറിയുന്നു. സഹോദരങ്ങളെ, അള്ളാഹു തീരുമാനിച്ച സമയം വന്നു കഴിഞ്ഞാൽ നീട്ടിത്തരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വ തആല, തീർച്ചയായും സർവാധിനാഥനായ അള്ളാഹു ഇദാ അറാദ ബിഖബ്ലി റൂഹി അബ്ദിൻ ബിഅർള് ജഅല ലഹു ഫീഹാ ഹാജ, ഒരു അടിമയുടെ ആത്മാവിനെ ഇന്ന സ്ഥലത്ത് വെച്ച് പിടിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അവൻ ഒരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. നിങ്ങളറിയുമോ, എന്റെ വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി പുറപ്പെട്ടത് കോട്ടക്കലിൽ വെച്ച് എന്റെ മരണമുണ്ട് എന്നതുകൊണ്ടാകാം ഒരുപക്ഷേ ഞാനിവിടേക്ക് വന്നത്. ഏതെങ്കിലും ഒരാൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾ തെങ്ങിൽ നിന്ന് വീണ് മരിക്കണം എന്ന അല്ലാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ, തെങ്ങിൽ കയറാൻ അറിയാത്തവനാണെങ്കിലും അന്ന് തെങ്ങിൽ കയറുകയാണ്, തെങ്ങിൽ നിന്ന് വീഴുകയാണ്, തെങ്ങിൽ നിന്ന് വീണ് മരിക്കുക എന്ന അല്ലാഹുവിന്റെ ഖളാ കൃത്യമായി നടക്കുകയാണ്. ആലോചിക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ നാം നേരം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഭാഗം ഞാൻ അധികം വിശദീകരിക്കുകയല്ല. മനുഷ്യനെ നന്നാക്കുന്ന, മനുഷ്യനെ സംസ്കരിക്കുന്ന തിന്മകളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും, അസഭ്യങ്ങളിൽ നിന്നും, ആർഭാടങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ഘടകം എന്ന് പറയുന്നത് ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി വത്തഫഹുമി ലിമആനിഹി, വിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞുകൊണ്ട്, ആശയം ഉൾക്കൊണ്ടുകൊണ്ട്, ഉറ്റാലോചിച്ചുകൊണ്ട് ചിന്തിക്കാനും പഠിക്കാനും നാം സമയം കണ്ടെത്തുക എന്നതാണ്. വായിക്കാൻ നാം തയ്യാറാവുക എന്നതാണ്. സഹോദരങ്ങളെ, ഖുർആൻ കേവലം പാരായണം ചെയ്താൽ മാത്രം പോരാ. കേവലം പാരായണത്തിന് തന്നെ പ്രതിഫലമുണ്ട്. പക്ഷേ ജീവിതത്തെ മാറ്റുന്ന, ജീവിതത്തെ സംസ്കരിക്കുന്ന പ്രവണത എന്ന് പറയുന്നത് ഖുർആൻ അർത്ഥമറിഞ്ഞും ഉറ്റാലോചിച്ചും വായിക്കാൻ നമുക്ക് നാം തയ്യാറാകണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരം 2 പേർ പ്രവാചകന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിക്കുകയാണ്. അതാ റളിയല്ലാഹു ഉബൈദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവും അവർ വന്നുകൊണ്ട് സലാം പറഞ്ഞ് അല്പസമയം സംസാരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അഖ്ബിരിനാ ബിഅഅജബി ഷൈഇൻ റഅയ്തുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ ആയിഷ, പ്രവാചകന്റെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരുമോ? ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിഞ്ഞു നിന്ന് തേങ്ങിക്കരയുകയാണ്. കണ്ണുനീര് തുടച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നിങ്ങൾ എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നത്? പ്രവാചകന്റെ ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ, എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു രംഗം നിങ്ങൾക്ക് വിശദീകരിച്ചു തരാനോ? എന്നാൽ നിങ്ങൾ അറിയുക, കാന അംറുഹു കുല്ലുഹു അജബ, ആ പ്രവാചകന്റെ ജീവിതത്തിലെ എല്ലാം അത്ഭുതകരമായിരുന്നു. പ്രവാചകന്റെ സംസാരം, പ്രവാചകന്റെ സംസ്കാരം, പ്രവാചകന്റെ നമസ്കാരം, പ്രവാചകന്റെ സ്വഭാവം, പ്രവാചകന്റെ സമീപനം, പ്രവാചകന്റെ വ്യക്തിജീവിതം, പ്രവാചകന്റെ കുടുംബജീവിതം എല്ലാം അത്ഭുതകരമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ എന്നിട്ട് ഉദാഹരണമായി ഒരു രംഗം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ വിഷയവുമായുള്ള ബന്ധം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകൻ വ്യത്യസ്ത ഭാര്യമാർക്ക് വിവിധ ദിവസങ്ങൾ നിശ്ചയിച്ചു കൊടുക്കാറാണ് പതിവ്. അങ്ങനെ ഒരിക്കൽ എനിക്ക് നിശ്ചയിച്ച രാത്രിയിൽ പ്രവാചകൻ എന്റെ അടുത്ത് വന്നു, എന്റെ പിന്നിൽ നിന്നു, എന്റെ തോളിൽ കൈവച്ചു. ഞാൻ പ്രവാചകനെ തിരിഞ്ഞു നോക്കി. പ്രവാചകൻ എന്നോട് ചോദിച്ചു, ആയിഷ, ഇന്നെന്നെ ഒന്ന് വെറുതെ വിടുമോ ആയിഷ? എന്നെ ഒന്ന് ഫ്രീ ആക്കുമോ ആയിഷ എന്ന് പ്രവാചകൻ എന്നോട് ചോദിച്ചു. എന്റെ കണ്ണുകൾ ഞാൻ അറിയാതെ ഈറനണിഞ്ഞു. ഞാൻ പ്രതികരിച്ചു, റസൂൽ, അങ്ങ് എനിക്ക് നിശ്ചയിച്ച രാത്രിയിൽ അങ്ങയെ വെറുതെ വിടണമെന്ന് എന്നോട് ആവശ്യപ്പെടുമ്പോൾ സങ്കടമുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അങ്ങയുടെ ഇഷ്ടമാണല്ലോ എന്റെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടമാണല്ലോ എന്റെ ഇഷ്ടം. അതുകൊണ്ട് താങ്കൾക്ക് പോകാം, താങ്കൾക്ക് റബ്ബിനെ ആരാധിക്കാം, താങ്കൾക്ക് റബ്ബിന്റെ വചനങ്ങൾ പാരായണം ചെയ്യാം. ഈ ഭാര്യ തടസ്സമല്ല, ആയിഷ തടസ്സമല്ല എന്ന് ഞാൻ പ്രതികരിച്ചു. പ്രവാചകൻ എന്റെ ഇരു കവിളിലും മാറി മാറി ചുംബിച്ചു. നിറകണ്ണുകളോടെ എഴുന്നേറ്റു. തൊട്ടടുത്ത് കണ്ട കൂജയിലെ വെള്ളത്തിൽ നിന്ന് അവിടുന്ന് വുളൂവെടുത്തു. അതാ അവിടെ ചെന്ന് പ്രവാചകൻ നമസ്കരിക്കുകയാണ്. ഇന്നു മാത്രം എന്താ പ്രവാചകന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേകത എന്നറിയാൻ ഞാൻ ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. പ്രവാചകൻ കരഞ്ഞു കരഞ്ഞു നമസ്കരിക്കുകയാണ്. പ്രവാചകന്റെ കണ്ണുനീര് താടിരോമങ്ങളെ നനച്ച്
താഴെ കുറ്റി വീഴുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പ്രവാചകനെ തന്നെ ശ്രദ്ധിച്ചു. അവിടുന്ന് വീണ്ടും നമസ്കരിക്കുകയാണ്, അവിടുന്ന് ഖുർആൻ ഓതുകയാണ്, റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, നിരന്തരമായ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയാണ്. അവസാനം ഞാൻ നോക്കുമ്പോഴുണ്ട് അവിടുന്ന് സുജൂദ് ചെയ്തപ്പോൾ മണല് പോലും നനഞ്ഞു കുതിർന്നത് ഞാൻ കാണുകയുണ്ടായി. ഞാൻ പ്രവാചകനെ തന്നെ ശ്രദ്ധിച്ചു. സുബ്ഹിന്റെ സമയമായി. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു, ബാങ്ക് വിളിച്ചു. പ്രവാചകൻ ഉണർന്നിട്ടില്ലേ എന്നറിയാൻ എന്റെ വീട്ടിലേക്ക് ബിലാൽ വന്നു. പ്രവാചകൻ ചെരിഞ്ഞു കിടന്ന് കരയുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ടു. ബിലാൽ ചോദിച്ചു, പ്രവാചകർ, ആരാണ് അങ്ങയെ വേദനിപ്പിച്ചത്? ആരാണ് അങ്ങയെ പ്രയാസപ്പെടുത്തിയത്? പറയൂ ബിലാലിനോട്. ബിലാൽ പകരം ചോദിക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞു. പ്രവാചകൻ പ്രതികരിച്ചു, ബിലാലേ, ഞാൻ എന്റെ പാപമോർത്ത് കരയുകയാണ്. സഹോദരങ്ങളെ, ആരാണ് പാപമോർത്ത് കരയുന്നത്? മഅ്സൂമായ പ്രവാചകൻ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകലമാന പാപങ്ങളിൽ നിന്നും സുരക്ഷിതത്വം നൽകപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോർത്ത് കരയുകയോ? ബിലാൽ ചോദിച്ചു, റസൂൽ, അങ്ങ് മഅ്സൂമല്ലേ? അങ്ങ് എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? പ്രവാചകൻ പറഞ്ഞു, ബിലാലെ, ഞാൻ കരയാൻ ഒരു കാരണമുണ്ട്. ലഖദ് ഉൻസിലത് അലയ്യ ലൈലത ആയാതുൻ വൈലുൽ ലിമൻ ഖറാഹാ വലം യതദബ്ബർ ഫീഹാ. ഇന്നലെ രാത്രി ചില ആയത്തുകൾ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടു ബിലാൽ. എന്താണ് ആ വചനങ്ങളുടെ പ്രത്യേകത എന്നറിയുമോ? അത് ഉറ്റാലോചിക്കാതെ, ചിന്തിക്കാതെ, പഠിക്കാതെ, മനസ്സിലാക്കാതെ വെറുതെ അങ്ങോതിപ്പോയാൽ അതുകൊണ്ട് നാശമല്ലാതെ, നഷ്ടമല്ലാതെ ഒന്നുമില്ല ബിലാലെ. അത്തരം ചില വചനങ്ങളാണ് ഇന്നലെ എനിക്ക് അവതരിപ്പിച്ചത്. ഞാൻ ആ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു, ഞാൻ ആ വചനങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുകയായിരുന്നു. ആ വചനങ്ങളിലെ ആശയങ്ങൾ എന്റെ മനസ്സിലിട്ട് ഞാൻ ഓർക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുന്നു. ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 190 മുതൽ അവസാനം വരെയുള്ള 10-11 വചനങ്ങൾ يتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. എന്താണ് ആ വചനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്? ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ, ഭൂമിയുടെ സംവിധാനത്തിൽ, രാവും പകലും മാറി മാറി വരുന്നതിൽ ഉറ്റാലോചിക്കുന്നവർക്ക് ഏറെ ഗുണപാഠങ്ങളുണ്ട്, ചിന്തിക്കുന്നവർക്ക് ഏറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതായത് ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ അവർ പറയുന്നു, അള്ളാഹുവേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ആകാശങ്ങളെ സംവിധാനിച്ചത്, ആകാശത്ത് ഒട്ടമിട്ട് പറക്കുന്ന പറവകളും ചന്ദ്രന്റെ നിലാവലകളും കത്തിജ്വലിക്കുന്ന സൂര്യനും മിന്നിത്തിളങ്ങുന്ന താരകങ്ങളും ഭൂമിയും നീ സംവിധാനിച്ചത് വെറുതെയല്ല നാഥാ. കാണാനുള്ള കണ്ണുകൾ തന്ന, കേൾക്കാനുള്ള കാതുകൾ സംവിധാനിച്ച, നടക്കാനുള്ള കാലുകളും പിടിക്കാനുള്ള കൈകളും തന്ന, സംസാരിക്കാനുള്ള ചുണ്ടുകളും നാവും തന്ന റബ്ബേ, സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണം റഹ്മാനെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നടങ്ങുന്ന വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുന്നു. ബിലാലിന്റെ കണ്ണുകൾ ഈറനണിയുന്നു. ഈ സംഭവം വിശദീകരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ തേങ്ങിക്കരയുന്നു. സംഭവം കേട്ടുകൊണ്ടിരിക്കുന്ന അത്താഉ ഉബൈദും അവിടെ വീണുപോകുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഖുർആനിന്റെ വചനങ്ങൾ ചിന്തിച്ചു പഠിക്കാൻ, ഉറ്റാലോചിക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അർത്ഥമറിഞ്ഞ് ദിവസവും 2 ആയത്തെങ്കിലും ഓതുന്ന ശീലം നമ്മുടെ വീടുകളിൽ പുനരാരംഭിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും അല്പസമയമെങ്കിലും ഖുർആൻ ഓതിയിട്ട് മാത്രമേ മറ്റു പ്രവർത്തനങ്ങളിലേക്ക്, ജോലികളിലേക്ക്, പഠനത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കാലം മാറിയപ്പോ എല്ലാവരും അവനവന്റെ മൊബൈലിലും അവനവന്റെ ലാപ്ടോപ്പിലും അവനവന്റെ ലോകത്തും ഒതുങ്ങിക്കൂടുമ്പോ ഈ സംഭവം തിരിച്ചുകൊണ്ടുവരാൻ വിശ്വാസികളെ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം നന്നാക്കാനുള്ള 3-ാമത്തെ മാർഗം എന്ന് പറയുന്നത് ലുസൂമു മജാലിസിൽ ഇൽമി,
ലുസൂമു മജാലിസിൽ ഇൽമ്, അറിവ് നൽകുന്ന സദസ്സുകളിൽ ധാരാളമായി നാം പങ്കെടുക്കുക എന്നതാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ഇത്തരം സദസ്സുകളിൽ നാം വന്നാൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായിക, തീർച്ചയായും അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്. യതൂഫൂന ഫിൽ അർള് യത്ലുബൂന മജാലിസൽ ഇൽമ്, അറിവിന്റെ സദസ്സുകൾ അന്വേഷിച്ച് ഭൂമി ലോകത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്ന ചില മലക്കുകളുണ്ട്. വഇൻ വജദു, അത്തരം മലക്കുകൾ ഇത്തരം സദസ്സുകളെ കണ്ടാൽ യഖഉദൂന മഅഹും, അവിടെ സന്നിഹിതരാവുകയാണ്. സദസ്സ് പിരിയുമ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കും, മിൻ ഐന ജിഅ്തും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അള്ളാഹു അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. മലക്കുകൾ പ്രതികരിക്കുന്നു, ഇന്നാലിന്റെ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. എന്താണ് എന്റെ അടിമകൾ അവിടെ ചെയ്യുന്നത്? അള്ളാഹുവേ, നിന്നെ ഓർക്കുകയാണ്, നിന്റെ വചനങ്ങൾ കേൾക്കുകയാണ്, ഇസ്ലാമിക ചരിത്രം കേൾക്കുകയാണ്, പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിക്കുകയാണ് എന്ന് മലക്കുകൾ പ്രതികരിക്കും. അള്ളാഹു ചോദിക്കും, എന്തിനാണ് അവിടെ അവർ വന്നത്? പ്രവാചകൻ മലക്കുകൾ വിശദീകരിക്കും, അള്ളാഹുവേ, നിന്റെ സ്വർഗം ലക്ഷ്യം വെച്ചാണ്, യസ്അലൂനകൽ ജന്ന, സ്വർഗം ആവശ്യപ്പെട്ടാണ് അവർ വന്നിട്ടുള്ളത്. അള്ളാഹു ചോദിക്കുമത്രേ, അല്ല, അതിനെന്റെ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ എന്ന്. മലക്കുകൾ പറയും, ഇല്ല. അള്ളാഹു ചോദിക്കും, എന്റെ സ്വർഗമെങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിലോ? മലക്കുകൾ പ്രതികരിക്കും, അള്ളാഹുവേ, നിന്റെ സ്വർഗം അവർ കണ്ടിരുന്നുവെങ്കിൽ, സ്വർഗത്തിന്റെ വിശാലത അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവിടെ അനുഭവിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ പോകുകളും അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ആ സ്വർഗത്തിനു വേണ്ടി ഇതിലേറെ സമയം അവർ ചെലവഴിക്കുമായിരുന്നു, ഇതിലേറെ സമ്പത്ത് അവർ വിനിയോഗിക്കുമായിരുന്നു, എത്ര അധ്വാനത്തിനും അവർ തയ്യാറാകുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുന്നു, എന്റെ അടിമകൾ വേറെ എന്താണ് ആഗ്രഹിക്കുന്നത്? മലക്കുകൾ പറയും, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കും, എന്റെ നരകം അവർ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ഇല്ല അല്ലാഹുവേ എന്ന്. അല്ലാഹു ചോദിക്കും, എന്റെ നരകം അവർ കണ്ടിരുന്നുവെങ്കിലോ? മലക്കുകൾ പറയും, അല്ലാഹുവേ, നരകം അവർ കണ്ടാൽ അതിന്റെ ഭീകരത, അതിന്റെ ഭയാനകത അവർ മനസ്സിലാക്കിയാൽ, അവിടെ കിട്ടാൻ പോകുന്ന ചെറിയ ശിക്ഷാമുറയുടെ കാഠിന്യമെങ്കിലും അവർ മനസ്സിലാക്കിയാൽ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും അവർ ചെയ്യും എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പ്രതികരിക്കുകയാണ്. അല്ലാഹു ചോദിക്കും, പിന്നെ എന്താണ് എന്റെ അടിമകൾ ആഗ്രഹിക്കുന്നത്? മലക്കുകൾ പറയും, അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന് അവരാഗ്രഹിക്കുന്നു. ഉടൻ തന്നെ അല്ലാഹു പറയും, ഖദ് ഗഫർതു ലഹും, എന്നാൽ അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. മലക്കുകൾ പറയുമത്രേ, അല്ലാഹുവേ, ഒരുപാട് പാപങ്ങൾ ചെയ്തവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു പറയും, അവരുടെ പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതം സംസ്കരിക്കുന്ന, നമ്മുടെ ജീവിതം വിമലീകരിക്കുന്ന മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മതപരമായ സദസ്സുകളിൽ പങ്കെടുക്കുകയും മതപരമായ അറിവ് സമ്പാദിക്കുകയും അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നാം തയ്യാറാവുക എന്നതാണ്. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹൻദല റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നു. ഹൻദല പറഞ്ഞു, നാഫഖ ഹൻദല, ഈ ഹൻദല ഒരു മുനാഫിക്കാണെന്ന് തോന്നുന്നു. എന്താ അങ്ങനെ പറയാൻ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. ഹൻദല തന്റെ രംഗം വിശദീകരിക്കുന്നു. പ്രവാചകന്റെ സദസ്സുകൾ കേൾക്കുമ്പോൾ, ഖുർആനിക വചനങ്ങൾ കേൾക്കുമ്പോൾ, നരകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ഈമാൻ വർദ്ധിക്കും. പക്ഷേ എന്റെ ഭാര്യ സന്താനങ്ങളുമായി, എന്റെ വ്യാപാര വ്യവഹാരങ്ങളുമായി, എന്റെ ഭൗതിക ചുറ്റുപാടുകളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നാൽ ആ ചിന്തയൊക്കെ മറന്നുപോകുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇത്തരം അവസ്ഥ എനിക്കും ഉണ്ടാകാറുണ്ടല്ലോ, ഞാനും ഒരു മുനാഫിക്കാണോ? അവർ രണ്ടുപേരും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നു. പ്രവാചകന്റെ മുന്നിൽ കാര്യം അവതരിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞതെന്താ? നിങ്ങൾക്കെങ്ങാനും എന്റെ സദസ്സിലിരിക്കുമ്പോഴും ഖുർആനിക വചനങ്ങൾ കേൾക്കുമ്പോഴുമുള്ള ഈമാൻ ജീവിതത്തിലുടനീളം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ലസാഫഹതുകുമുൽ മലായികതു ഫീ ഫുറുഷിക്കും വഅലാ തുർഖിക്കും, നിങ്ങൾ നടന്നു പോകുന്ന വഴികളിലും നിങ്ങൾ കിടക്കുന്ന വിരിപ്പുകളിലും വന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് മുസാഫഹത്ത് നൽകും. അതുണ്ടാവുകയില്ല. ഒരേപോലെ ഈമാൻ നിലനിർത്താൻ കഴിയില്ല. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. പക്ഷേ വലാകിൻ ഹൻദല സാഅ വസാഅ, പക്ഷെ ഹൻദല ചിലപ്പോഴൊക്കെ അങ്ങനെ, മറ്റു ചിലപ്പോഴൊക്കെ ഇങ്ങനെ. എന്താ പ്രവാചകനാ പറഞ്ഞത്? ഈമാൻ വർദ്ധിക്കുന്ന
ഈമാൻ വർദ്ധിപ്പിക്കാനാണ് ദീനീ സദസ്സുകളിൽ പങ്കെടുക്കുക എന്നതാണ് അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ജീവിതം നന്നാക്കാനുള്ള 4ാമത്തെ ഘടകം എന്ന് പറയുന്നത് തൻവീഉൽ ഇബാദാത്ത്, വ്യത്യസ്ത കർമ്മങ്ങൾ ചെയ്യാൻ നാം തയ്യാറാവുക എന്നതാണ്. ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല ഒരു വിശ്വാസി. പലപ്പോഴും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? മതപരമായ കാര്യങ്ങൾക്കൊത്ത് എത്രയും ചെലവഴിക്കുന്ന ചില ആളുകൾ പള്ളിയിൽ അവരെ കാണുന്നില്ല, ഖുർആൻ ക്ലാസുകളിൽ അവരില്ല, നോമ്പനുഷ്ഠിക്കാൻ അവർ സന്നദ്ധരല്ല, സമ്പത്ത് എത്രയും ചെലവഴിക്കാൻ അവർ തയ്യാറാണ്. മറ്റു ചിലരാകട്ടെ 5 നേരം പള്ളിയിലുണ്ട്, ഖുർആൻ ക്ലാസ്സിൽ മുന്നിലുണ്ട്, സമ്പത്ത് ചോദിച്ചാൽ ഉണ്ടെങ്കിലും തരാൻ അവർക്ക് മടിയാണ്. ഇങ്ങനെ മറ്റു ചിലരാകട്ടെ ഈ രംഗത്ത് പരിശുദ്ധിയുള്ളവർ മാതാപിതാക്കളോട് തെറ്റിപ്പിരിഞ്ഞ് ജീവിക്കുകയാണ്. അക്കാര്യം ശ്രദ്ധിക്കുന്നവർ ഭാര്യയെ അടിച്ചു നോവിക്കുന്നവരാണ്, അക്കാര്യം പരിഗണിക്കുന്നവർ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചവരാണ്, ആ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ അയൽപ്പക്ക മര്യാദകൾ പാലിക്കാത്തവരാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ ഉണ്ടാകണമെങ്കിൽ, ഈമാൻ വർദ്ധിക്കണമെങ്കിൽ, സംസ്കരണം ഉണ്ടാകണമെങ്കിൽ വ്യത്യസ്ത കർമ്മങ്ങൾ കഴിയും വിധം ചെയ്യാൻ അവൻ തയ്യാറാകേണ്ടതുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സദസ്സിൽ റസൂലുള്ളാഹി ചോദിച്ചില്ലേ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരനായി നേരം പുലർന്നവൻ ആരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, ഞാനുണ്ട് പ്രവാചകരെ. പ്രവാചകന്റെ 2ാമത്തെ ചോദ്യം, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, പാവപ്പെട്ടവനെ സഹായിച്ചവൻ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഞാനുണ്ട് പ്രവാചകരെ. പ്രവാചകന്റെ 3ാമത്തെ ചോദ്യം, മൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചവനായി ആരുണ്ട്? പ്രവാചകൻ ഇത് ചോദിച്ചപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് പ്രവാചകരെ. പ്രവാചകന്റെ 4ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം, മൻ ഷഹിദ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് മയ്യത്ത് സംസ്കരണ മുറകളിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ചവനായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് പ്രവാചകരെ എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ, റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പ്രതികരിക്കുന്നു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനിൽ ഈ 4 കാര്യങ്ങൾ ഒരു ദിവസം ഒത്തുചേർന്നു വന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. നോക്കൂ, നോമ്പുകാരനാകലും, അഗതിക്ക് ഭക്ഷണം കൊടുക്കലും, അതോടൊപ്പം തന്നെ രോഗിയെ സന്ദർശിക്കലും, മയ്യത്ത് സംസ്കരണ മുറകളിൽ പങ്കെടുക്കലും ഒരു ദിവസം ഒന്നിച്ച് ലഭിച്ചാൽ അവൻ സ്വർഗാവകാശിയാണെന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം മതകാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിച്ച റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഒരു ചെറിയ നന്മ പോലും നിസാരമായി നാം മാറ്റിവെക്കണ്ട. ഒരു ചെറിയ തിന്മ പോലും നിസാരമല്ലേ എന്ന് വിചാരിച്ച് നാം ചെയ്തു പോവുകയും വേണ്ട. മറിച്ച് ആവുന്നത്ര നന്മകൾ ചെയ്യാൻ, കഴിവിന്റെ പരമാവധി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾക്ക് സാധിക്കണം. എത്രത്തോളം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളൊന്ന് ശ്രമിച്ചാൽ ധാരാളം പ്രതിഫലം വാങ്ങാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സംസ്കരണ ചിന്തകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാതെ പോയിക്കൂടാ. പറയുന്നു, മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി, 2 മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നു, അവർ സലാം പറയുന്നു, പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു എങ്കിൽ അവർ കൈ പിരിച്ചു പോകുന്നതിന് മുമ്പ് 2 ബാധ്യതകൾ അല്ലാഹു ഏറ്റെടുക്കും. ഒന്ന്, അയ്യഹ്ലുറ ദുആഹുമാ, 2 പേരുടെയും ആ സമയത്തെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാമെന്ന്. 2ാമത്തേത് അയ്യഗ്ഫിറ ദുനൂബഹുമാ, അവർ കൈ പിരിച്ചു പോകുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാമെന്ന്. നോക്കൂ, നമ്മളൊന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ എത്ര എളുപ്പമുള്ള പുണ്യകർമ്മമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഓരോ ഫർദ് നമസ്കാരാനന്തരവും ആയത്തിൽ കുർസി പാരായണം ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ പോകാൻ മരിക്കണമെന്നതല്ലാത്തൊരു തടസ്സമില്ല എന്നവിടുന്ന് പഠിപ്പിച്ചു. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വുളുവെടുത്താണെങ്കിൽ അവന്റെ കൂടെ ഒരു മലക്കുണ്ടാകും. ആ മലക്ക് നേരം പുലരുവോളം ആ വുളുവെടുത്ത് കിടന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക് ഫഇന്നഹു ബാത ത്വാഹിറ, അല്ലാഹുവേ ഈ അടിമക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കണേ, ഇയാൾ വുളുവെടുത്ത് കിടന്ന ആളാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നഷ്ടപ്പെട്ടു പോകരുത് ഇത്തരം സുന്നത്തുകൾ. ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ മറന്നുപോയിക്കൂടാ. തിന്മകൾ വ്യാപകമാകുന്ന ഒരു കാലഘട്ടം നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. MSMന്റെ പ്രവർത്തകൻ എന്ന നിലക്ക് എന്റെ മുന്നിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ അറിയുക, ജീവിതം പാഴായി പോകാൻ പാടില്ല. നമ്മുടെ ആയുസ്, നമ്മുടെ വിലപ്പെട്ട ഈ ആയുസ് എന്ന് പറയുന്നത്, നമ്മുടെ ആരോഗ്യമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. പലപ്പോഴും MSMന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പുകൾ ഇക്കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവസാനിച്ച കോട്ടക്കലിൽ വെച്ച് നടന്ന
റിലീജിയസ് സ്കൂൾ എന്ന പേരിൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് വേണ്ടി സംഘടിപ്പിച്ച, ആൺകുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ആ ക്യാമ്പിൽ പങ്കെടുത്തവർ ജീവിതാനുഭവങ്ങളിലൂടെ ദിശാബോധം എന്ന ആ പ്രമേയത്തെ അന്വർത്ഥമാക്കും വിധം ജീവിതം മാറിയപ്പോ അവരുടെ മാതാപിതാക്കളെ സാക്ഷി നിർത്തി അവർ പ്രഖ്യാപിച്ചു, ഉപ്പ ഉമ്മ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കിട്ടുന്നില്ലെന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ലെന്നും എത്ര തവണ നിങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്. 10 ദിവസമായി ഇവർ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഉപ്പ, ഇനി ഞാൻ നിങ്ങളെ ധിക്കരിക്കില്ല. ഉമ്മ, ഞാൻ ഇനി അനുസരണക്കേട് കാണിക്കില്ല. നല്ലൊരു മകനായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് തുറന്നു പ്രഖ്യാപിച്ച മക്കളെ സൃഷ്ടിച്ചത് MSMന്റെ പ്രവർത്തനങ്ങൾ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും അവർ കോതിക്കേൾപ്പിക്കാനും അവരുടെ പ്രായവും അവരുടെ പക്വതയും അവരുടെ കഴിവും അവരുടെ ഒഴിവും അവരുടെ മനസ്സും അറിഞ്ഞുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇടപെടാൻ സാധിച്ചപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരായി വളരാൻ സഹോദരങ്ങളെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ജില്ലാ സ്ഥലങ്ങളിൽ നാം സംഘടിപ്പിച്ച ജാലകമെന്ന പേരിലുള്ള ജില്ലാ സഹവാസ ക്യാമ്പുകൾ വമ്പിച്ച മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്ന വിധത്തിലാണ് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും സംസ്കരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഞായറാഴ്ചകളിൽ നാം നടത്തിവരുന്ന CRE ഇഖ്റ പാഠശാലകൾ എന്തുമാത്രം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്നത് ആ പഠിതാക്കളുടെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങൾ മുമ്പിൽ ഞാൻ അധികം ഇല്ലല്ലോ. പക്ഷേ ഇവിടെയും എന്റെ മകൻ അതിലുണ്ടോ, എന്റെ മകൾ അതിലുണ്ടോ, എന്റെ അനിയൻ അതിലുണ്ടോ, എന്റെ അനിയത്തി അതിലുണ്ടോ എന്ന് ചിന്തിക്കാനും ഇല്ലെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ അവരെ വളരെ പെട്ടെന്ന് അതിലേക്ക് എത്തിക്കാനും അതിൽ ചേർക്കാനും അങ്ങനെ സത്യത്തിന്റെ സൽപാന്താവിലൂടെയാണ് എന്റെ മകൾ ചലിക്കുന്നത്, എന്റെ മകൻ ചലിക്കുന്നത് എന്നുറപ്പുവരുത്താനും വിശ്വാസികളെ, ഈമാനുള്ളവരെ, രക്ഷിതാക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന നമ്മൾക്ക് സാധിക്കണമെന്നാണ് ഈ സമയത്ത് ആവർത്തിച്ച് അടിവരയിട്ടുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിനെ നന്നാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം മുഹാസബത്തുൻ നഫ്സ്, ആത്മാവിനെ സ്വയം നാം വിചാരണ ചെയ്യുക, ആത്മവിചാരണക്ക് നാം തയ്യാറാവുക എന്നതാണ്. പലപ്പോഴും പലരെയും നമ്മൾ വിചാരണ ചെയ്യാറുണ്ട്. അവന്റെ സ്വഭാവം, ഇവന്റെ വസ്ത്രം, അവളുടെ മുടി, ഇവളുടെ കാല്, കയ്യ് ഒക്കെ നമ്മൾ വിചാരണ ചെയ്യും. ഞാൻ ഇന്ന് കണ്ടത്, ഞാൻ ഇന്ന് പറഞ്ഞത്, ഞാൻ ഇന്ന് പ്രവർത്തിച്ചത്, ഞാൻ ഇന്ന് ചെയ്തത് നന്മ മാത്രമായിരുന്നോ എന്ന് എന്നെ വിലയിരുത്താൻ എനിക്ക് സാധിച്ചാൽ ഒരു പരിധിവരെ ജീവിതം സംസ്കരിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖശിയത്തുല്ലാഹ് ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഭയപ്പെടുക എന്നതാണ്. നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന, ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വെച്ചതുപോലും കൃത്യമായി ഒപ്പിയെടുക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയ സർവാധിനാഥനെ ഭയപ്പെടാൻ സഹോദരങ്ങളെ നമ്മൾക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് ഈ കാര്യം ആവർത്തിച്ച് പഠിപ്പിച്ചു തന്നത്. ഖുർആനിന്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 16-ാമത്തെ വചനം, മോനെ, കാര്യം എത്ര ചെറുതാണെങ്കിലും കടുകുമണി ധാന്യത്തെക്കാൾ നിസാരമെന്ന് നീ വിചാരിച്ചാലും ആകാശങ്ങളിലോ പർവ്വതത്തിനുള്ളിൽ വെച്ചോ ഭൂമിക്കടിയിൽ വെച്ചോ നീ ചെയ്താലും അല്ലാഹു അത് ഹാജരാക്കും മോനെ. വഹുവ മഅക്കും ഐനമാ കുൻതും, ഖുർആനിന്റെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദ് 4-ാമത്തെ വചനം, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളോടൊപ്പം അല്ലാഹു ഉണ്ട്. ബാത്റൂമിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും കളിസ്ഥലത്താണെങ്കിലും കുളിസ്ഥലത്താണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ഹോട്ടലിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും അല്ലാഹു കാണുന്നു, അവൻ കേൾക്കുന്നു. അവനെല്ലാം കാണുന്ന ബസീറാണ്, അവനെല്ലാം കേൾക്കുന്ന സമീആണ്, അവനെല്ലാം അറിയുന്ന അലീമാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ള ഖദീറാണ്. അതുകൊണ്ട് അവന്റെ മേൽനോട്ടത്തിലാണ് നീ ജീവിക്കുന്നത് എന്ന ബോധം എന്റെ മനസ്സിലുണ്ടാകണം, നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്റെ റൂമിൽ ഞാൻ ഒറ്റക്കാകുമ്പോൾ എന്റെ മൊബൈലിൽ ഗൂഗിൾ കള്ളിയിൽ ഞാൻ അടിക്കുന്ന പദപ്രയോഗങ്ങൾക്കനുസരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുക്കുമൂലകളിൽ നിന്ന് വരുന്ന വൃത്തികേടുകളെ കാണാൻ എന്റെ മനസ്സ് വെമ്പൽ കൊള്ളുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരണം ഖുർആനിന്റെ 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 16-ാമത്തെ വചനം, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നിന്നെ സൃഷ്ടിച്ചത് നാമാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും നാം അറിയുന്നുണ്ട്. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാളും നാം അവനോട് അടുത്തവനാണ്. അതുകൊണ്ട് മനുഷ്യ നീ അറിയണം. ഖുർആനിന്റെ 82-ാം അധ്യായം സൂറത്തുൽ ഹദീദ് 10, 11, 12 വചനങ്ങൾ, ഇന്ന അലൈക്കും ലഹാഫിളീൻ,
കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്, അവർ മാന്യന്മാരായി എല്ലാം എഴുതി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി അവരറിയുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതല്ലെങ്കിൽ ഞാനും നിങ്ങളുമായിരിക്കും ഏറ്റവും വലിയ നഷ്ടക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, അതെ, നന്മകളെമ്പാടും ചെയ്ത് തിഹാമ പർവ്വതത്തോളം നന്മകൾ കൂമ്പാരമായി ചെയ്ത് നരകാവകാശികളാകുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, എന്താ പ്രവാചകരെ അവർക്ക് പറ്റിയത്? അവർ കാഫിറുകളാണോ? അവർ മുനാഫിക്കുകളാണോ? പ്രവാചകന്റെ സ്വഹാബത്ത് സംശയിക്കും മുമ്പ് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. നിങ്ങളെപ്പോലെ നമസ്കരിച്ചവർ, നിങ്ങളെപ്പോലെ ധർമ്മം ചെയ്തവർ, നിങ്ങളെപ്പോലെ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചവർ, ആരെപ്പോലെ? സ്വഹാബികളെപ്പോലെ നന്മ ചെയ്തവർ, എന്നിട്ടും നരകത്തിലാണ്. എന്തേ റസൂലുള്ള കാരണം പഠിപ്പിച്ചു തന്നത്? തിഹാമ പർവ്വതത്തോളം നന്മ ചെയ്തിട്ടും അവർ നരകത്തിൽ പോകാനുള്ള കാരണം എന്താണെന്നോ? അവർ ഒറ്റപ്പെട്ടാൽ, അവരേകരായാൽ, ആരുമറിയാത്തൊരു സാഹചര്യം, എന്റെ ഉമ്മ കാണില്ല, എന്റെ ഉപ്പ കേൾക്കില്ല, എന്റെ മാതാപിതാക്കൾ അറിയില്ല, എന്റെ ഭാര്യ ഒപ്പമില്ല, എന്റെ മക്കൾ ഇതറിയില്ല, എന്നോടൊപ്പം ആരുമില്ല എന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വന്നപ്പോൾ അള്ളാഹു ഹറാമാക്കിയ പലതും അവർ കണ്ടു, അവർ കേട്ടു, അവർ ചെയ്തു, അവരാസ്വദിച്ചു, അവരനുഭവിച്ചു. അതുകൊണ്ട് അവരുടെ നന്മകൾ ധൂളികളാക്കപ്പെട്ട് അവർ നരകാവകാശികളായി മാറി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് മരിക്കണം, മരണാനന്തരം ഖബർ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം. മരണത്തിനു ശേഷം എന്നൊരു വിഷയം ഇവിടെ വിശദീകരിക്കാനിരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലും. ലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖ്നാകും അവ്വല മർറ. മനുഷ്യ, ആദ്യ തവണ നാം നിന്നെ സൃഷ്ടിച്ചതുപോലെ ഒറ്റപ്പെട്ടവനായി, സഹായിക്കാൻ ആളില്ലാത്തവനായി, ആർക്കും വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇതാ എന്റെ അടുത്ത് ഹാജരായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട്. തന്റെ ഭർത്താവിനെ ചികിത്സിക്കാൻ പണം തികയാത്തതിന്റെ പേരിൽ ഭർത്താവ് അറിയാതെ, ആരുമറിയാതെ കിഡ്നി വിറ്റ് കാശാക്കി ആ കാശുകൊണ്ട് ഭർത്താവിനെ സഹായിച്ച, ഭർത്താവിനെ ചികിത്സ ഭാര്യക്ക് അന്ന് ഭർത്താവിന് വേണ്ട, ആ ഭർത്താവിനന്ന് ഭാര്യ വേണ്ട. തന്റെ കൂട്ടുകാരൻ ബൈക്ക് ആക്സിഡന്റിൽ പെട്ടു എന്നറിഞ്ഞപ്പോ ഇട്ടെടുത്ത കള്ളിത്തുണിയിൽ ബസ്സിലേക്ക് പാഞ്ഞു കയറി, പോക്കറ്റിൽ പണമില്ലാഞ്ഞിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് കടം വാങ്ങി കണ്ടക്ടറെ പണമേൽപ്പിച്ച ആ കൂട്ടുകാർക്ക് അന്ന് കൂട്ടുകാരെ വേണ്ട. തന്റെ മകൾ ആശുപത്രിയിലാണെന്നറിഞ്ഞപ്പോ ടിക്കറ്റ് എടുത്ത് വിദേശത്ത് നിന്ന് പാറിപ്പറന്നു വന്ന് തന്റെ മകളെ ഒന്ന് കാണാൻ വെമ്പൽ കൊണ്ട പിതാവിന് മകളെ വേണ്ട, ആ മകൾക്ക് പിതാവിനെ വേണ്ട. തന്റെ മകൻ ആശുപത്രിയിലാണെന്നറിഞ്ഞപ്പോ എല്ലാം മറന്ന് ജോലിയും നഷ്ടപ്പെടുത്തി ഓടി വന്നവർക്ക് അന്നാർക്കും ആരെയും വേണ്ടാത്ത, ആർക്കും ആരെയും വേണ്ടാത്ത ഒരു ദിവസമുണ്ട്. നന്മ തിന്മകൾ തനിക്കനുസരിച്ച് സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെടും മുമ്പ് മഹിഷറിൽ ചെന്നു നിൽക്കുന്ന ഒരു രംഗമുണ്ട്. തിന്മകൾക്കനുസരിച്ച് നെരിയാണി വരെ, കാൽമുട്ടുവരെ, അരയിടം വരെ, മാറിടം വരെ, കഴുത്തുവരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അതെ, 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ മാത്രം വലുപ്പമുള്ള സൂര്യൻ വളരെ ചെറുതായി നമുക്ക് തോന്നുന്നത് അത്രയും വിദൂരത്തുണ്ടായതുകൊണ്ടാണ്. അത്രയും കത്തിജ്വലിക്കുന്ന സൂര്യനെ 1 മൈൽ മുകളിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ദിവസത്തെ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട്. അതു കഴിഞ്ഞ് നന്മയും തിന്മയും രേഖപ്പെടുത്തപ്പെട്ട രേഖ കയ്യിൽ കിട്ടുകയാണ്. അതെ, ആ നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയ രേഖയിൽ ധാരാളം തിന്മകൾ കാണുന്ന മനുഷ്യൻ പേടിച്ചുകൊണ്ട്, വിലപിച്ചുകൊണ്ട്, കരഞ്ഞന്താളിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്? മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഞാൻ ചെയ്ത ചെറുതും വലുതും ഒന്നും ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ, എല്ലാം ഇതിലുണ്ടല്ലോ. ഞാൻ മറന്നതും മറക്കാത്തതും, ഞാൻ തിന്മയല്ലെന്ന് വിചാരിച്ചതും തിന്മയാണെന്ന് അറിഞ്ഞു ചെയ്തതും എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് വിലപിക്കുന്ന ഒരു ദിവസത്തെ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട്. അവിടെ എല്ലാവരും ചെന്നു നിൽക്കുമ്പോൾ അള്ളാഹു ആദം നബിയെ വിളിക്കുന്നു. ഇവെല്ലാം നിന്റെ സന്താന പരമ്പരയാണെന്ന് പറയുന്നു. കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടുവരന്ന് കിടക്കുന്ന ആ ജനസാഗരത്തെ ആദം അലൈഹിസ്സലാം നോക്കിക്കാണുന്നു. ആദം നബിയോട് അള്ളാഹു പറയുന്നു, ആദമേ, ഇവരിൽ ആരെല്ലാമാണ് സ്വർഗത്തിൽ, ആരെല്ലാമാണ് നരകത്തിൽ എന്ന് നീ ഒന്ന് വേർതിരിക്കണം. ആദം അലൈഹിസ്സലാം ചോദിക്കും, അള്ളാഹുവേ, എനിക്കെങ്ങനെ അതറിയും? ആരൊക്കെ സ്വർഗത്തിൽ പോകും, ആരൊക്കെ നരകത്തിൽ പോകും എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ആദം നബി ചോദിക്കുമ്പോൾ അള്ളാഹു പറയുമത്രേ, ആദമേ, ഈ മുഴുവൻ ആളുകളെയും 1000 അംഗങ്ങളുള്ള സംഘങ്ങളാക്കി നീ വേർതിരിക്കണം. എന്നിട്ട് ഓരോ സംഘത്തിൽ നിന്നും ഓരോരുത്തർ സ്വർഗത്തിലും
ബാക്കി 999 പേർ നരകത്തിലുമാണ് ആദമേ എന്ന് അല്ലാഹു പറയുന്ന ദിവസമാണ് ആ ദിവസം എന്ന് പ്രവാചകൻ വിശദീകരിച്ചപ്പോ സ്വഹാബത്ത് ഞെട്ടിത്തെറിക്കുകയാണ്. അവർ പൊട്ടിക്കരയുകയാണ്. അവർ ചോദിച്ചു, റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ എങ്ങനെയാണ് 1000-ൽ-1 പ്രവാചകൻ പറഞ്ഞു, ഇത് പൂർവ്വകാല സമൂഹത്തിന്റെ ബാധകമായ കാര്യമാണ്. എന്റെ ഉമ്മത്തിൽ കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഫാരിബു വസദ്ദിദു, നന്നായി പ്രവർത്തിച്ചോ, അല്ലാഹുവിലേക്ക് അടുക്കാൻ പ്രവർത്തിച്ചോ, സംസ്കരണമുള്ളവരായി ജീവിച്ചോ എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ജീവിതത്തെ മാറ്റാൻ നാം തയ്യാറാവുക. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം നന്നാകാൻ തയ്യാറാകുന്നതുവരെ ഒരു ജനവിഭാഗത്തെയും അല്ലാഹു നന്നാക്കുകയില്ല. നമുക്ക് തീരുമാനമെടുക്കാം, എന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ വന്ന തിന്മകൾ ഇന്നു മുതൽ ഉണ്ടാവില്ല എന്ന്. എന്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് നഷ്ടപ്പെട്ട നന്മകൾ ഇന്നു മുതൽ ഞാൻ ചെയ്യുമെന്ന്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് തീരുമാനമെടുക്കാം. ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ എക്സിബിഷൻ നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ പാത വിശദീകരിച്ചു തരുന്ന ഒരു കാര്യമായി, നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതികൾക്ക് നിയന്ത്രണമേൽപ്പിക്കുന്ന ഒരു കാര്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും പ്രായത്തിന്റെ പ്രസരിപ്പ് കൊണ്ടോ, വിവേകത്തിന്റെ കുറവ് കൊണ്ടോ, സന്ദർഭത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ, സാഹചര്യത്തിന് അടിമപ്പെട്ടോ ഞങ്ങൾ ചെയ്തു പോയതാണ്. പാപികളായ ഞങ്ങൾക്ക് അതെല്ലാം പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അയക്കുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യത്തോടൊപ്പം നിലകൊള്ളാനും സത്യവാന്മാരെ സഹായിക്കാനുമുള്ള ധൈര്യവും സ്ഥൈര്യവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അസത്യം അസത്യമായി മനസ്സിലാക്കാനും അസത്യത്തെ എതിർക്കാനും അസത്യവാന്മാർക്കെതിരെ നിലകൊള്ളാനുമുള്ള തന്റെ ഇടവും ചങ്കൂറ്റവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. കാപഢ്യത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ആവശ്യമായ മഴയും വെള്ളവും നീ ഇറക്കിത്തരണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.